എങ്ങനെ ആധാർ എടുക്കാം? ഒരു 2 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ആധാർ എടുക്കാം. സ്കൂൾ അഡ്മിഷൻ സമയത്തും മറ്റ് പല ആവശ്യങ്ങൾക്കും നമുക്ക് ആധാർ വളരെ അത്യാവശ്യമായി വരും. ഈ സാഹചര്യത്തിലെല്ലാം നമ്മൾ ആ സമയത്ത് ഇതിനു വേണ്ടി ഓടുന്നതിനേക്കാൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന ഒരു സമയത്ത് വളരെ സിമ്പിളായിട്ട് വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ പോയി നമുക്ക് കുട്ടികൾക്ക് ആധാർ എടുക്കാം. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ നമ്മുടെ കുട്ടിയുമായി പോവുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടിയുടെ കൂടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒന്നുകിൽ മാതാവ് അതല്ലെങ്കിൽ പിതാവ്. കാരണം അവരുടെ ഡീറ്റെയിൽസ് ആണ്, അവരുടെ ബയോമെട്രിക്സ് ആണ് നമ്മുടെ കുട്ടിയുടെ ആധാറിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് ഏറ്റവും അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റർ കണ്ടെത്തുക. രണ്ടാമതായി നമുക്ക് വേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി രക്ഷിതാവ് കുട്ടിയെ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുപോവുക. അവിടെ വെച്ച് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം, അവരവിടെ നമുക്കത് ഫില്ല് ചെയ്ത് തരും. നമ്മൾ കൊടുക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നോക്കി അവർ ആ ഫോം ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഓക്കെ ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അഡ്രസ്സ് എഴുതിയത്, ജനന തീയതി, ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ആ ഫോമിൽ നമ്മളൊരു സൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും നമ്മുടെ ബയോമെട്രിക്സ്, നമ്മുടെ വിരലടയാളമാണ് അതിലെടുക്കുന്നത്, കുട്ടിയുടേതല്ല, നമ്മുടെ വിരലടയാളമാണ് അവിടെ ചോദിക്കുന്നത്. അതിനാണ് കുട്ടിയുടെ കൂടെ രക്ഷിതാവ് നിർബന്ധമായും പോകണം. ആ കൂടെ പോകുന്ന രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ, അവരുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിതിനായിട്ട് വേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഇനി കുട്ടിയുടെ NRI ആണെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടിയുടെ പാസ്പോർട്ട്, ഐഡൻറ്റിറ്റി ആയിട്ട് കുട്ടിയുടെ പാസ്പോർട്ട് കയ്യിലുണ്ടാവണം. അത് നിർബന്ധമാണ്. NRIക്ക് ഇതേ പ്രൊസീജിയർ തന്നെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റും. NRI ആണെങ്കിൽ കുട്ടിയുടെ പാസ്പോർട്ടും കയ്യിലുണ്ടാവണം. ഓക്കെ, ഇനി നമ്മുടെ കുട്ടി 5 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളൊരു കുട്ടിയാണെങ്കിൽ, അതായത് 5 വയസ്സായിട്ടും നമ്മൾ സ്കൂളിലൊക്കെ ചേർത്തിയിട്ടും അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആധാർ എടുക്കുന്നത്. ഒരു 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ആധാർ എടുക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് നമ്മുടെ സ്കൂളിലെ ഐഡൻറ്റിറ്റി കാർഡ് യൂസ് ചെയ്യാം. ഐഡൻറ്റിറ്റി കാർഡ് വെക്കാം. രക്ഷിതാവിൻ്റെ സൈന് വേണം. അതോടൊപ്പം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ സ്കൂൾ ID കാർഡ്. 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ID കാർഡ് യൂസ് ചെയ്യാം. ഇനി അത് 15 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് SSLC ബുക്ക് യൂസ് ചെയ്യാം. പുതിയൊരു ആധാറിന് എൻറോൾ ചെയ്യുകയാണെങ്കിൽ SSLC ബുക്ക് അവർക്ക് ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. മെയിനായിട്ട് നമുക്ക് വേണ്ട ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കുട്ടിയുടെ, നമ്മുടെ രക്ഷിതാവും കൂടെ ഉണ്ടെങ്കിൽ ചെറിയൊരു കുട്ടിയുടെ ആധാർ വളരെ സിമ്പിളായിട്ട് എൻറോൾമെൻറ്റ് സെൻറ്ററിൽ പോയാൽ നമുക്ക് എടുക്കാവുന്നതാണ്.